Second question. What is the area of the square in the picture? What is the length of its sides? നമുക്ക് രണ്ട് സൈഡ് തന്നിട്ടുണ്ട് 1.5ഉം 3.5ഉം. ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര, ഒരു വശത്തിൻ്റെ നീളം എത്ര, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി. ഇനി എന്താണ്? ഇതൊരു 90 ഡിഗ്രി അത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടനസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, ഓൾട്ടാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? ഓൾട്ടാണല്ലേ. എന്തൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്? 3.5 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 1.5 ബേസും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹൈപ്പും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഓൾട്ടാണ്. അപ്പോൾ ഓൾട്ട് സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ വേണം? ഹൈപ്പ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും? 3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. ഇനി നമുക്ക് എങ്ങനെ ഈ 35നെ 2 പ്രാവശ്യം നമുക്ക് ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ 35 ഇൻറ്റു 35, 5 ഇൻറ്റു 5 25, 5 2, 5 ഇൻറ്റു 3 15, 17, 3 ഇൻറ്റു 5 15, 1, 3 ഇൻറ്റു 3 9, 10, 5 7ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്? 12 2 2 1. രണ്ടിൽ നമുക്ക് ഓരോ പോയിൻറ്റുകൾ വീതമുള്ളതിനാൽ നമുക്ക് 2 പോയിൻറ്റിൽ നമുക്ക് പോയിൻ്റ് ഇടണം, 2 നമ്പേഴ്സിൻ്റെ ഇടയിലായിട്ട് പോയിൻ്റ് ഇടണം. അപ്പോൾ 12.25 എന്ന ആൻസർ കിട്ടും. മൈനസ് ഇനി എന്ത് വേണം? 15ൻ്റെ കാണണം. 15 ഇൻറ്റു 15 എത്രയാണ്? 5 ഇൻറ്റു 5 25, 5 2, പിന്നെ 1 ഇൻറ്റു 5 5 6 7, 5 1 5 12 1 1 2 225 കിട്ടി. ഇനി ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ നമുക്ക് മൈനസ് ചെയ്യണം. 1 2 2 5 മൈനസ് 2 2 5 0 0 0 1. നമുക്ക് ആൻസർ 1000. ഇതിൽ നമുക്ക് 2 പോയിൻ്റ് ഉണ്ട് അല്ലേ? ഇവിടെയും പോയിൻ്റ് ഉണ്ട്, ഇവിടെയും പോയിൻ്റ് ഉണ്ട്. സ്ഥിതിക്ക് ഈ 2 പോയിൻ്റ് ഇടയിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. എങ്കിൽ ഇവിടെയും ഒരു പോയിൻ്റ് ഇട്ട്. നമുക്ക് എത്ര കിട്ടി? ബി സി സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. എങ്കിൽ സ്ക്വയർ നമ്മൾ നീക്കം ചെയ്യണ്ടേ? ബി സി ഈക്വൽ ടു √10. അപ്പോൾ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഈക്വൽ ടു √10 ഇൻറ്റു √10, ഏരിയ ഈക്വൽ ടു 10. ഓക്കെ അല്ലോ കണ്ടുപിടിക്കാൻ. എ ബി നമുക്ക് എത്ര കിട്ടി? 1.5 3.5 ഹൈപ്പോട്ടനസും കിട്ടി. എങ്കിൽ നമുക്ക് ഓൾട്ട് എന്ത് കിട്ടി? 10 കിട്ടിയിട്ടുണ്ട്. √10 കിട്ടിയല്ലേ? √10 കിട്ടുമ്പോൾ 4 സൈഡിലും √10 എഴുതണം. എങ്കിൽ അതിൻ്റെ ഏരിയ 10 ആയിരിക്കും. Calculate the area of the square and the length of its sides in each of the pictures below. ചുവടെ ഓരോ ചിത്രത്തിലെയും സമചതുരത്തിൻ്റെ പരപ്പളവും വശത്തിൻ്റെ നീളവും കണക്കാക്കുക. ഇവിടെ എന്താ കൊടുക്കുന്നുണ്ട്? നമുക്ക് ആൾട്ടിറ്റ്യൂഡ് തന്നിട്ട്, ബേസ് തന്നിട്ട്, ഹൈപ്പാണ് നമുക്ക് തരാതിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കാം എ ബി സി അല്ലേ? നമുക്ക് ഈ സ്ലൈഡിൻ്റെ നന്നായിട്ട് ചെരിഞ്ഞ ഭാഗമാണ് നമുക്ക് എന്ത് തരാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്കിൽ ബി സി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. ബി സി സ്ക്വയർ കാണാനായിട്ട് എ സി സ്ക്വയർ കണ്ട, എ സി സ്ക്വയർ എന്താണ്? പ്ലസ് എ ബി സ്ക്വയർ. ഹൈപ്പോട്ടനസ് കാണാൻ, ഈ ഭാഗം കാണാൻ നമുക്ക് എപ്പോഴും പ്ലസ് ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ചെയ്തത്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ? ബി സി സ്ക്വയർ എത്രയാണ്? കണ്ട, എ സി സ്ക്വയർ 1, എ ബി സ്ക്വയറും 1 ആണ്. അപ്പോൾ ബി സി സ്ക്വയർ 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 1 1. ബി സി സ്ക്വയർ ഈക്വൽ ടു 2. ബി സി ഈക്വൽ ടു √2 ആക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ കളയാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താക്കിയാണ്? √2 ആക്കി. ഇനി അപ്പോൾ എന്ത് വേണം? ഇവിടെ നമുക്ക് √2 എഴുതാം. എങ്കിൽ √2ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എത്രയായിരിക്കും? √3 ആയിരിക്കും.
അത് നമുക്ക് ചെയ്ത് കാണിക്കാം. എന്താണ് അതിൻ്റെ പേര് കൊടുത്തുള്ളത്? നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ സി ഡി കാണണം നമുക്കിനി. സി ഡി ആണ് കണ്ടത്. അങ്ങനെയെങ്കിൽ സി ഡി ഈക്വൽ ടു എന്തൊക്കെ കണ്ടിട്ടുണ്ട്? സി ബി തന്നിട്ടുണ്ട്, ബി ഡി തന്നിട്ടുണ്ട് അല്ലേ? ഇതാണ് നമുക്ക് 90 ഡിഗ്രി ആയിരുന്നത് അല്ലേ? അപ്പം ഇനി അടുത്തത് എഴുതുമ്പോൾ ഇവിടെയാണ് നമുക്ക് 90 ഡിഗ്രി വരുന്നത്. ഓക്കെ അല്ലോ? അപ്പോൾ ഈ ഭാഗം അതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് ഓൾട്ടായിട്ട് വരും, ബേസായി വരും, ഇവിടെയാണ് ഹൈപ്പായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് സി ബിയും ബി ഡിയും കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ സി ഡി സ്ക്വയർ സി ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എങ്കിൽ സി ബി സ്ക്വയർ എത്രയാണ്? √2 അല്ലേ? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? √2 ഇൻറ്റു √2 പ്ലസ് 1 ഇൻറ്റു 1. √2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1. നമുക്ക് എത്ര കിട്ടി? 3. സി ഡി സ്ക്വയർ ആണ് നമുക്കിതുവരെ കിട്ടിയത്. കണ്ടോ? ഇനി നമുക്ക് സി ഡി കാണാനായിട്ട് നമുക്ക് ഈ സ്ക്വയർ കളഞ്ഞാൽ മതി. സ്ക്വയർ കളഞ്ഞാൽ √3. ഏരിയ എത്രയായി? ഏരിയ ഈക്വൽ ടു 3. ഏരിയ കാണാനായിട്ട് സൈഡ് ഇൻറ്റു സൈഡാണ്. ഏരിയ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഉണ്ട്, അതായത് √3. √3 ഇൻറ്റു √3 3 മീറ്റർ സ്ക്വയർ. ഇനി പിക്ചറിലോട്ടൊന്ന് നോക്കിയേ. പിക്ചറിൽ 1 മീറ്ററും 1 മീറ്റർ അല്ലേ? 1ഉം 1ഉം കിട്ടിയപ്പോൾ നമുക്ക് എന്താ? √2 കിട്ടി. √2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? √3 കിട്ടി. അപ്പോൾ ഇവിടെയും √3, ഇവിടെയും √3, ഇവിടെയും √3. 4 സൈഡിലും √3 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇവിടെ 1ഉം 1ആണ്. 1ഉം 1 നമുക്ക് കൂട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടി? √2 കിട്ടി. √2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ √3 കിട്ടി. √3യുടെ കൂടെ നമുക്ക് 1 ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമുക്ക് പേര് കൊടുക്കാം. പി ക്യു ആർ. നമുക്കിപ്പോൾ ഇവിടെ ചെയ്താൽ മതി. എന്തൊക്കെ ചെയ്യണം? പി ക്യു ആർ എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ √3 പി ആർ പി നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പി ആർ നമുക്ക് √3 കിട്ടിയിട്ടുണ്ട്. പി ക്യു നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ക്യു ആർ ആണ്. ക്യു ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്യു ആർ സ്ക്വയർ ഈക്വൽ ടു എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇതിന് ആർ പി സ്ക്വയർ പ്ലസ് എന്താണ്? ഇപ്പുറത്തല്ലേ ഹൈപ്പോട്ടനീസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ബേസ് എത്രയാണ്? പി ക്യു സ്ക്വയർ. ആർ പി സ്ക്വയർ എത്രയാണ്? √3. √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √3 എത്രയാണ്? √3 ഇൻറ്റു √3 പ്ലസ് 1 ഇൻറ്റു 1. 3 പ്ലസ് 1 4. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയത് എന്താണ്? ക്യു ആർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്. ഇനി ക്യു ആർ സ്ക്വയറില്ലേ നമുക്ക് എന്ത് വേണം? ഈ സ്ക്വയർ നമുക്ക് കളയാം. അപ്പോൾ ക്യു ആർ ഈക്വൽ ടു 4 അല്ലേ? പക്ഷേ നമുക്കിവിടെ ആ പിക്ചറിൽ നമ്മൾ ഒന്നും കൂടി നമ്മൾ നോക്കണം. 4ൻ്റെ റൂട്ട് എത്ര വരിക? √4 എത്ര വരും നമുക്ക്? √4 2ൻ്റെ സ്ക്വയർ ആണ് എന്ത്? √4 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ആണ് എന്ത്? 4. എങ്കിൽ ക്യു ആർ 4 ആണെങ്കിൽ പിക്ചറിൽ നമുക്ക് പോവാം. √3ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്കിവിടെ എത്ര കിട്ടി? √4. √4 ആണെങ്കിൽ ഇവിടെ √4 ആണ്, ഇവിടെയും √4 ആണ്, ഇവിടെയും √4 ആണ്. എങ്കിൽ ഏരിയ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ ക്യു ആർ സ്ക്വയർ കണ്ടല്ലോ. ക്യു ആർ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് √4 അല്ലേ വന്നത്? ഈ √4 നമ്മൾ 4 ആക്കണമെന്ന് പറഞ്ഞാൽ √4 എന്തായി മാറി? നമ്മൾ 2 ആയി മാറേണ്ടത്. 2ൻ്റെ സ്ക്വയർ ആണ് എന്ത്? √4. അപ്പോൾ നമ്മൾ 4ന് പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി? 2 മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇനി ഏരിയ കാണാനായിട്ട് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ 2 ഇൻറ്റു 2 4 ഇങ്ങനെയും ചെയ്യാം.
ഒന്നും കൂടി നമുക്കിവിടെ എത്ര കിട്ടും? ഇവിടെ 90 ഡിഗ്രിയാണ്. പിന്നെ എന്താണ്? ഒന്നും കൂട്ടിയാൽ √2. √2 കൊണ്ട് ഇവിടെ 1 കൂട്ടിയാൽ √3. √3യുടെ കൂടെ 1 കൂട്ടിയാൽ √4. √4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് എവിടെ √5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? 5 ആണ് എന്ന് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ അതിൻ്റെ ഇക്വേഷൻ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ PQR എന്ന് പേര് കൊടുക്കാം. നമുക്ക് കിട്ടേണ്ടത് ഇവിടെയാണ്. അപ്പോൾ PQ = √4, QR = 1 മീറ്റർ, PR = ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഹൈപ്പോട്ടിനിസം ആണ് നമുക്കെപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടിനിസം കാണാനായിട്ട് PR = PQ + QR സ്ക്വയർ. ഇനി PQ സ്ക്വയർ എത്രയാണ്? PQ √4, √4 സ്ക്വയർ + 1 സ്ക്വയർ. ഇനി PR സ്ക്വയർ √4 എന്ന് പറഞ്ഞാൽ √4ൻ്റെ √4 എത്രയാണ്? 4 ആണ്, +1. PR സ്ക്വയർ 5. അങ്ങനെയാണെങ്കിൽ PR = എത്രയാണ്? √5. സ്ക്വയർ നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ √5 ആക്കിയത്. ഇതിൻ്റെ ഏരിയ കാണാനായിട്ട് √5 × √5 ഏരിയ = 5. Fourth question. Find 3 fractions greater than √2 and less than √3. √2വിനേക്കാൾ വലുതും √3നേക്കാൾ ചെറുതുമായ 3 ഭിന്നസംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. √2 പറഞ്ഞ √2 എന്ന് വെച്ചാൽ എത്രയാണ്? 1.414. √3 എന്ന് പറഞ്ഞാൽ 1.73. എങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1.4ഉം 1.7ഉം ആണല്ലോ. ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1.5, 1.6, 4 നമ്പേഴ്സ് ആയില്ലേ. ഇനി ഇത് ഡെസിമൽ ഫോം അല്ലെങ്കിൽ ഫ്രാക്ഷനിൽ എങ്ങനെ നമുക്ക് എഴുതാം? 1.4നെ നമുക്ക് എങ്ങനെ എഴുതാം? 14/10 എന്ന് എഴുതാം. 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 15/10 എഴുതാം. പോയിന്റ് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 1.6നെ നമുക്ക് എങ്ങനെ എഴുതാം? 16/10. 1.7ന് 17/10 എന്ന് എഴുതാം. എങ്കിൽ 1.5 ഉണ്ട്. ഇതിനെ നമുക്ക് നോക്കിയാൽ 15/10 അല്ലേ ഇതിരിക്കുന്നത്. അതിന് ഒരേ മൾട്ടിപ്പിളിൽ പോവുമല്ലോ. ഏത് മൾട്ടിപ്പിളിലാണ് നമുക്ക് പോകാൻ നോക്കാം? 5ൻ്റെ മൾട്ടിപ്പിളിലാണ് പോവുക. അപ്പോൾ നോക്കിയാൽ 5 × 3 15, 5 × 2 10. അങ്ങനെയാണെങ്കിൽ 16/10 എങ്ങനെയൊക്കെ പോകും? ഏത് നമ്പറിലാണ് മൾട്ടിപ്പിൾ ചെയ്യാനും പറ്റുക നമുക്ക്? 2ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ്? 8 × 2 16. അതേസമയം 2 × 10 വരുമ്പോൾ എത്ര? 5 × 2 10. ഉണ്ടോ? അപ്പോൾ 5 കൊണ്ട് 15 ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. 5നെ 10 കൊണ്ട് ചെയ്തപ്പോൾ 2 കിട്ടി. അതുപോലെ 16നെ നമ്മൾ ഡിവിഷൻ ചെയ്തു 2 കൊണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ 8 കിട്ടി. 10നെ 2 കൊണ്ട് ഡിവിഷൻ ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി 17/10. 7 ഏതെങ്കിലും ഒരു ഗുണനപ്പട്ടികയിൽ മൾട്ടിപ്പിളിൽ ആൻസറായിട്ട് 17 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം 17 തന്നെയായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി 14/10 വരുന്നുണ്ടോ നോക്കി നോക്കിയാൽ 2ൽ വരുന്നുണ്ട് ഇല്ലേ? ഏതാണ്? 14 ഏതിലാണ് വരുന്നത്? 2ൽ വരുന്നുണ്ട്. 7/5. 7 × 2 14, 5 × 2 10. 7 × 5 വരുന്നുണ്ട്. 17 ഒന്നിലും വരുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? 3/2, 8/5, 17/10 എന്ന് ആൻസർ ചെയ്യാം. അപ്പോൾ 1.4ൻ്റെ അതായത് √2ൻ്റെയും √3ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സ് 1.4ഉം 1.7ഉം ആണെങ്കിൽ ഇടയിലുള്ള നമ്പേഴ്സ് തുടർച്ചയായ നമ്പേഴ്സ് ആയിരിക്കും. 1.4 കഴിഞ്ഞാൽ 1.5,
6